സോ ഹേ ഗേസാൻ, വെൽക്കം ടു അവർ ന്യൂ പോഡ്കാസ്റ്റ്. അപ്പം എവിടെ നിന്നായിരുന്നു ഈ സ്റ്റാർട്ടിങ്, ആ ഒരു ജേണിയെ കുറിച്ച് പറ. സ്റ്റാർട്ടിങ് ശരിക്ക് ഫാദർ തന്നെയാണ്. പപ്പ വിഷ്ണു അറിയായിരിക്കും. പപ്പ ശരിക്കും ഒരു ഡ്രൈവറായിട്ടാണ് തുടങ്ങുന്നത്. ഐലൻഡിലൊരു ഡ്രൈവറായിട്ടാണ് തുടങ്ങുന്നത്. പുള്ളിയുടെ ഒരാളുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത്. ആക്ച്വലി ഹി വർക്ക് റിയലി ഹാർഡ്. ഒരു വണ്ടിയിൽ നിന്ന് തുടങ്ങി അവിടുന്ന് 10-30 വണ്ടിയിലേക്ക് എത്തിച്ചു. എന്നെയും എൻ്റെ അനിയനെയും ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ലോണം എഡ്യൂക്കേഷൻ തന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലോ. പുള്ളി അത്രയൊക്കെ ചെയ്യുമ്പം നമ്മളെ കൊണ്ട് ഇന്നെങ്കിലൊക്കെ ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റിൻ്റെ അതെല്ലാം കഴിഞ്ഞ് പപ്പയും മമ്മിയോട് ഒറ്റയ്ക്കാ. അപ്പം മമ്മിയെ വിളിച്ച് പറയുന്നത് അല്ല, പപ്പയോട് ഒറ്റയ്ക്കാ, എല്ലാം പുള്ളി ഒറ്റയ്ക്കാ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു പോയോ? അപ്പോൾ പുള്ളിക്കൊരു സപ്പോർട്ടാവും. വി ആർ മോർ ദാൻ ഹാപ്പി ടു ഡു ദാറ്റ്. തിരിച്ചു വന്നു ഉടനെ തന്നെ പുള്ളി എന്നെ കൊണ്ടൊരു പെണ്ണ് കിട്ടിച്ചു. അപ്പോൾ ഇവിടെ പെട്ടു നോക്കായി, പിള്ളേക്കോട്ട് പോകാൻ പറ്റില്ലല്ലോ. പുള്ളി പെണ്ണ് കിട്ടിച്ചു. പിന്നെ പപ്പയിലൂടെ കയറി. പപ്പയിലൂടെ നിന്ന് പയ്യെ വർക്കുകളെല്ലാം കണ്ടുപഠിച്ചു. പപ്പയ്ക്ക് ഉണ്ടായിരുന്ന ഒരു നിർബന്ധം അവിടുന്ന് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മളൊരു വണ്ടി കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്ക് അതുകൊണ്ട് ഉറപ്പായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം പുള്ളിയുടെ ഏറ്റവും എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യമേ പറഞ്ഞ കാര്യം, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും ആലോചിക്കേണ്ട. ലാഭം തന്നെ വന്നോളൂ. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുത്താൽ ലാഭം തന്നെ വന്നോളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ജോസങ്ങളുമായിട്ട് നമ്മളൊരു വലിയ നീളൊരു 1.5-3 മണിക്കൂറുള്ള വലിയൊരു വീഡിയോ നമ്മളുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അന്നോ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചിരിക്കുമ്പം എനിക്ക് തോന്നുന്നു വേറെ ലെവൽ വൈബാണ്. വേറെ ലെവൽ വെച്ചാൽ ഒരു പ്രത്യേക ഓറയാണ് പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴത്തേന്. അത് ആ ഒരു മോഡുലേഷനും പുള്ളി പറയുന്ന കാര്യങ്ങളും, അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടാ ഞെട്ടിപ്പോകുന്ന സാധനങ്ങളൊക്കെ. എപ്പോഴും എനിക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ എനിക്കിപ്പോഴുള്ള ധൈര്യം ഫോൺ എടുത്ത് പപ്പനെ വിളിച്ച് ചോദിക്കാം എന്നുള്ളൊരു ധൈര്യം ആളവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഇപ്പോഴും രാവിലെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ കാണും, ഉറപ്പായിട്ട് ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ കാണുക. അപ്പം അത് നമുക്ക് ഭയങ്കര ധൈര്യം തന്നെയാണ് പുള്ളിയുള്ളത്. അപ്പം പുള്ളി മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ട്രെയിലർ മാനുഫാക്ചറിങ് ആയിരുന്നു. കേരളത്തിൽ ആദ്യം ഒരു ട്രെയിലർ മാനുഫാക്ചറിങ് യൂണിറ്റ് പുള്ളി സ്റ്റാർട്ട് ചെയ്തു, ജോസ്കോ ഓട്ടോമൊബൈൽസ്. അതെ. അപ്പം അതിനകത്തുനിന്ന് പക്ഷേ പുള്ളിക്ക് ട്രാൻസ്പോർട്ടേഷനാണ് ഇന്നും കൂടുതൽ താല്പര്യം, ട്രാൻസ്പോർട്ടേഷൻ. മനസ്സിലായി. ഈ ക്ലൈവേട്ടൻ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്ത് കുറച്ചൊരു ഫോട്ടോഗ്രാഫിയുടെ പുറകെ പോയി, അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ഈ പൈലറ്റിലേക്ക് വന്നെത്തിയത്? സത്യം പറഞ്ഞാൽ പണ്ട് മുതലേ, ചെറുപ്പം മുതലേ പറക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പ്ലെയിനിലല്ല, നമ്മൾ പണ്ട് ശക്തിവൻ ഓർമ്മയില്ല, ആ സമയം മുതലേ പറക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്ക് പറക്കാൻ ചിറക് ദൈവം തന്നില്ലല്ലോ. അപ്പം പ്ലെയിനിൽ കയറിയേ പറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു ആക്ച്വലി ആഗ്രഹം. പക്ഷെ മമ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അത്ര ബുദ്ധിയില്ലാത്തതുകൊണ്ട് എൻ്റെ എഴുതി കിട്ടിയതുമില്ല. അപ്പം കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് മാറി. അത് ന്യൂസിലൻഡിൽ പോയി പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ചെയ്തു. പക്ഷെ ഞാനത് ഫ്ലൈറ്റ് സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈറ്റ് സ്കൂളിൽ ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പം അന്ന് പപ്പ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നമ്മൾ ഇത്ര ആഗ്രഹിച്ച് പ്ലെയിനൊക്കെ പറത്തി തുടങ്ങിയ ഒരു സമയം ഷട്ട് ഡൗൺ ആയി. പപ്പനെ ഞാൻ വിളിച്ചു പറഞ്ഞു, പപ്പ പറഞ്ഞാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അന്ന് ഷട്ട് ഡൗൺ ആയതുകൊണ്ട് എനിക്ക് US പോകാൻ പറ്റി. വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് എനിക്ക് എൻ്റെ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തിനെ എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. അപ്പം അതെല്ലാം തീർത്ത് സിറ്റിലിങ്ക് എയർലൈൻസ് എന്ന് പറഞ്ഞ എയർലൈൻസിൽ എനിക്ക് ജോലിയായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമായി. നമ്മൾ ഇന്ത്യക്കാർ പൈലറ്റാണ്, ഇന്തോനേഷ്യയിൽ മുഴുവനെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ പയ്യെ ഒരു റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് പപ്പ വിളിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്. പിന്നെ ബിസിനസ്സിനോട് പണ്ട് മുതലേ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പപ്പയുടെ ആ ഒരു ഇൻസ്പിറേഷൻ കാണുമ്പോൾ നമുക്കും ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പയ്യെ ബിസിനസ് എന്താണെന്നുള്ള അറിയാം. അപ്പോൾ ബിസിനസ്സിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് സെയിൽസാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് ടു ഹാവ് സെയിൽസ് ഫസ്റ്റ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ദുബായിലേക്ക് പോയി കുറച്ച് നാൾ 2 വർഷത്തോളം ദുബായിൽ വർക്ക് ചെയ്തു. അവിടെ മിലിറ്ററി റേഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ ആയി. അറബിയുടെ ആട്ടുംതുപ്പൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ തിരിച്ച് പയ്യെ ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ പപ്പയിലൂടെ ജോയിൻ ചെയ്തു. ഫോട്ടോഗ്രാഫി പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയായിട്ട് കഠിന പ്രേമമായിരുന്നു. അപ്പം ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആവാന്നൊക്കെ പറഞ്ഞു പോയതാ. അന്ന് പക്ഷെ ഭയങ്കര പ്രായം കുറവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതോടെ പ്രേമവും പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. തിരിച്ച് വീണ്ടും പൈലറ്റ് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഇതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഇതുള്ളവരെ എനിക്കറിയത്തില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ദുബായി പോയി അവിടെ ഒരു ജോലി എന്നുള്ള രീതിയിൽ